ഖത്തറിലെ കിരീടനഷ്ടത്തിന് ശേഷം മറ്റൊരു സ്വർണ്ണക്കപ്പിൽ മുത്തമിടാൻ അമേരിക്കൻ മണ്ണിലെത്തിയ ഫ്രഞ്ച് പടയ്ക്ക് കണ്ണീരോടമടക്കം. ടൂർണമെന്റിലുടനീളം മികച്ച മത്സരം പുറത്തെടുത്ത ഫ്രാൻസിന്റെ നിഴൽ മാത്രമാണ് സ്പെയിനോട് കാണാൻ കഴിഞ്ഞത്. ഗ്രൂപ്പ് ഘട്ടം മുതൽ ക്വാർട്ടർ ഫൈനൽ വരെ അപരാജിത കുതിപ്പ് നടത്തിയ ശേഷമാണ് ഫ്രഞ്ച് പട സെമിയിൽ വീണത്. കിലിയൻ എംബാപ്പയുടെ നേതൃത്വത്തിലിറങ്ങിയ ഫ്രാൻസിന് മത്സരത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ സ്പാനിഷ് ഡിഫൻഡർമാർ അവസരം നൽകിയില്ല. ടൂർണമെന്റിലുടനീളം മികച്ച ഫോമിൽ കളിച്ച ഫ്രാൻസിന്റെ നിഴൽ മാത്രമാണ് ഇന്ന് കണ്ടത്. ഫ്രഞ്ച് നായകൻ കിലിയൻ എംബാപ്പയെ കൃത്യമായി മാർക്ക് ചെയ്ത് കളം നിറഞ്ഞു കളിക്കാൻ അനുവദിക്കാതിരുന്ന സ്പാനിഷ് തന്ത്രമാണ് മത്സരത്തിൽ നിർണായകമായത്. പ്രതിരോധത്തിലെ അച്ചടക്കമില്ലായ്മയും മധ്യനിരയിലെ നിയന്ത്രണക്കുറവും ഫ്രാൻസിന്റെ ഫുട്ബോൾ ശൈലിയെ പൂർണ്ണമായും തളർത്തി. കളിയുടെ തുടക്കം മുതൽ സ്പാനിഷ് കോച്ച് ഒരുക്കിയ തന്ത്രങ്ങൾക്ക് മുന്നിൽ ഫ്രാൻസ് പതറുന്ന കാഴ്ചയാണ് മൈതാനത്ത് കണ്ടത്. ഫ്രാൻസിന്റെ ഇടതു പ്രതിരോധത്തിലെ വിള്ളലുകൾ മുൻകൂട്ടി കണ്ട് ആ ഭാഗത്തു നിന്നാണ് സ്പെയിൻ ആക്രമണങ്ങൾ മെനഞ്ഞത്. സ്പാനിഷ് വിംഗർ യമാലിന്റെ വേഗതയേറിയ നീക്കങ്ങൾ തടയുന്നതിൽ ഫ്രഞ്ച് താരം ലുക്കാസ് ഡിഗ് പരാജയപ്പെട്ടത് ഫ്രാൻസിന് തിരിച്ചടിയായി. മിഡ്ഫീൽഡിൽ റോഡ്രിയും ഫാബിയൻ റോയ്സും ചേർന്ന് സ്പാനിഷ് സഖ്യം കളം നിയന്ത്രിച്ചതോടെ ഫ്രാൻസിന്റെ നീക്കങ്ങൾക്ക് മൂർച്ച കുറഞ്ഞു. കിലിയൻ എംബാപ്പെ, ഉസ്മാൻ ഡെംബേലെ എന്നിവരടങ്ങുന്ന ഫ്രാൻസിന്റെ ലോകോത്തര മുന്നേറ്റ നിരക്ക് സ്പാനിഷ് പ്രതിരോധ കോട്ട തകർക്കാൻ കഴിഞ്ഞതുമില്ല. കിരീടനഷ്ടത്തിന്റെ സങ്കടമുണ്ടെങ്കിലും പ്ലേ ഓഫ് മത്സരത്തിൽ വിജയിച്ച് 3-ാം സ്ഥാനത്തോടെ അഭിമാനത്തോടെ മടങ്ങാനാകും ഇനി ദശാംസിന്റെയും സംഘത്തിന്റെയും ശ്രമം. വേൾഡ് കപ്പ് ഡെസ്ക്, കൈരളി ന്യൂസ്.